ദിവസങ്ങളിലൊക്കെ കർത്താവിൻ്റെ വചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ധ്യാനിച്ച് പോകുന്നത്. പക്ഷെ ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ സ്വാഭാവികമായ ചില ഭൗതിക വിഷയങ്ങളെക്കാളുപരി ദൈവത്തിൻ്റെ വിഷയങ്ങളാണ് എൻ്റെ ധ്യാനത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ദൈവത്തിൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ നിങ്ങൾ ഓർക്കും, എന്നാ ദൈവത്തിൻ്റെ പ്രശ്നങ്ങളാണ്? ദൈവത്തിനും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ദൈവത്തിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ പഠിച്ചാൽ, ധ്യാനിച്ചാൽ, നമ്മളുടെ വിഷയങ്ങൾ പഠിച്ച് ധ്യാനിച്ച് നമ്മൾ ആത്മാവിൽ വളരുന്നതിനേക്കാളും പെട്ടെന്ന് ആത്മീയമായിട്ട് വളരാൻ കഴിയും. നമ്മുടെ പ്രശ്നങ്ങൾ പഠിച്ച് നമ്മൾ ദൈവത്തിരുസന്നിധിയിൽ സമർപ്പിച്ച് നമ്മൾ ആധ്യാത്മികമായിട്ട് വളരുന്നതൊക്കെ ഒരു അർത്ഥമാറ്റിക് പ്രൊപ്പോർഷനിലാണ്. 1, 2, 3, 4 അങ്ങനെ വളരെ സ്ലോയാണ്. പക്ഷേ ദൈവത്തിൻ്റെ പ്രശ്നങ്ങളാണ് നമ്മൾ പഠിച്ച് അതിന് പരിഹാരം കാണാൻ വേണ്ടി നമ്മൾ സുവിശേഷത്തെ പശ്ചാത്തലമാക്കി സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആധ്യാത്മിക വളർച്ച ജിയോമെട്രിക്കൽ പ്രൊപ്പോർഷൻ, ക്ഷേത്രഗണിത അനുപാതത്തിലായിരിക്കും. 2, 4, 8, 16, 32, 64 അങ്ങനെ പോകും. പെട്ടെന്ന് വളർന്നു പോകും. അപ്പോൾ ദൈവത്തിൻ്റെ പ്രശ്നങ്ങൾ എന്താ? ദൈവത്തിന് ആദ്യമായിട്ട് ഒരു നമുക്കൊരു കാര്യം പറയാം. എന്താ കാര്യം? ദൈവത്തിന് ജനം സത്യം കണ്ടെത്താൻ ജനത്തെ ഒരുക്കിയേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ജനം ഋഷിമാർ പ്രാർത്ഥിച്ച പോലെ അന്ധകാരത്തിൽ ഇങ്ങനെ അലഞ്ഞ് കാലത്തിൻ്റെ അവസാനം വരെ നടക്കും. അപ്പം ജനം സത്യം കണ്ടെത്തണം. ഈ സത്യത്തെ ചൂണ്ടിക്കാണിച്ച് അനുഭവിക്കാൻ there must be somebody to summon. ആരെങ്കിലും ഒരാളെ വിളിക്കാതിരിക്കാൻ പറ്റത്തില്ല. അതാണ് ദൈവത്തിൻ്റെ ഒരു പ്രശ്നം. അങ്ങനെയാണ് ദൈവം അബ്രാഹത്തെ വിളിക്കുന്നത്. ദൈവം അബ്രാഹത്തെ വിളിക്കും. ഇതുപോലെ തന്നെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഐസയായുടെ വചനങ്ങൾ നമ്മൾ വായിക്കണില്ലേ? അതൊരു പ്രശ്നമാണ് ശരിക്കും. ഐസയായുടെ വചനങ്ങൾ, ഈ ദൈവത്തിൻ്റെ ഈ ആത്മസംഘർഷം ഐസയായുടെ വചനങ്ങളിലൂടെ പ്രവാചകൻ്റെ മനസ്സിലേക്ക് കർത്താവ് കൈമാറുന്നുണ്ട്. 6:9 നമ്മളത് വായിക്കുന്നുണ്ട്. അതാണ് ദൈവത്തിൻ്റെ പ്രശ്നം. അതിന് മറുപടി കിട്ടിയാൽ ബാക്കി എല്ലാത്തിനും മറുപടി കിട്ടും. എന്താണ്? ആരെയും ഞാൻ അയക്കും. ജനം സത്യം കണ്ടെത്തണം, സത്യത്തെ ആരാധിക്കണം, സത്യത്തിന് വെളിപാടനുസരിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിക്കണം. പക്ഷെ ആരെയും ഞാൻ അയക്കും. രണ്ടാമത്തെ ചോദ്യമുണ്ട്, ആരെനിക്ക് വേണ്ടി പോകും എന്ന്. അന്ന് മുതൽ അവൻ ആത്മാവിൽ വളരും. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അലച്ചിലാണ് എല്ലാ കാലത്തും ഉണ്ടത്. ഒരിക്കലും സംഭവിച്ച ഒരു വിഷയമല്ല. കാലത്തിന് ഒപ്പം സഞ്ചരിക്കുന്ന ദൈവത്തിൻ്റെ മനസ്സിൻ്റെ തേങ്ങലാണ്. ഞാൻ ആരെ അയക്കും? ആരെ എനിക്ക് വേണ്ടി പോകും? അങ്ങനെ ദൈവത്തിൻ്റെ മനസ്സിൻ്റെ തേങ്ങലുകൾ ദൈവത്തിനോട് വളരെ അടുപ്പമുള്ള ചില ആൾക്കാർക്ക് സെൻസ് ചെയ്തിട്ടുണ്ട്. അത് ആന്തരികമായി ഒരു പ്രചോദനം തോന്നി. ദിസ് ഈസ് നോട്ട് മൈ പ്ലേസ്. ആദ്യം തോന്നിയത് എൻ്റെ സ്ഥലമല്ല എന്ന് തോന്നിയത്.
ഇങ്ങനെയല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത്, ഇങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്, ഇങ്ങനെയല്ല ഇങ്ങനെയല്ല ജീവിതം ക്രമീകരിക്കേണ്ടത് എന്നൊക്കെ ഉള്ളൊരു അസ്വസ്ഥത ആദ്യം തോന്നിയത് അതൊരു ദൈവവിളിയാണ്. ആദ്യം തോന്നിയത് എബ്രാഹത്തിനാണ്. എബ്രാഹാം ദൈവത്തിൻ്റെ വിളി കേട്ടോ, ഞാൻ പൊയ്ക്കൊള്ളാമെന്ന്. നമുക്കറിയാം, ഇങ്ങനെ പോകുന്നവർ അജ്ഞാതമായ ഒരു കാലത്തിലേക്കും ദേശത്തിലേക്കുമാണ് സഞ്ചരിക്കേണ്ടി വരുന്നത്. അതാണ് ചാലഞ്ച്. എപ്പോഴും വെളിയിലൊരു ചാലഞ്ച് ഉണ്ടാകും. അജ്ഞാതമായ കാലത്തേക്കും ദേശത്തേക്കും ദൈവനാമത്തിൽ പോകുന്ന, ഇപ്പം കുടുംബജീവിതം പോലും അങ്ങനെയല്ലേ. പ്രത്യേകിച്ച് അപരിചിതമായ അനുഭവങ്ങളല്ലേ കുടുംബജീവിതത്തിൽ നമുക്കുണ്ടാവുന്നത്. അജ്ഞാതമായ ദേശത്ത് അപരിചിതമായ അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ പലരും കുടുംബജീവിതം തുടങ്ങി വെക്കുന്നത്. എല്ലാം അങ്ങനെയാണ്. ജോലി തേടിയുള്ള പ്രയാണങ്ങളുമെല്ലാം അജ്ഞാതമായ ദേശത്തേക്ക് അപരിചിതമായ സാഹചര്യങ്ങളിലേക്കുള്ള വിളിയാണ്. എല്ലായിടത്തും ദൈവവിളിയുണ്ട്. എല്ലാം ദൈവത്തിൻ്റെ വിളിയാണ് തിരിച്ചറിയുന്ന സ്ഥലത്ത് വെച്ച് നമ്മളുടെ സ്നേഹം, ദൈവ സാന്നിധ്യ അവബോധം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ട് വരും. ഈ ദൈവ സാന്നിധ്യ അവബോധം തൻ്റെ അപരിചിതമായ സ്ഥലങ്ങളിലും ദേശങ്ങളിലും കാലങ്ങളിലും ജോലി സ്ഥലങ്ങളിലുമൊക്കെ ഒരു വ്യക്തിക്ക് തോന്നിയാൽ ആ വ്യക്തി അത് ഫോളോ ചെയ്യണം. അല്ലെങ്കിൽ ഭാരം കട്ടിയായിട്ട് വരും. ബൈബിളിൽ അങ്ങനെ ഒരു വാക്കുണ്ട്. എന്താണ്? എൻ്റെ ഭാരം ലഘുവാണ്. അപ്പോൾ ഭാരത്തിൻ്റെ ഒരു സാധ്യതയാണ്, ലൈറ്റ് വെയ്റ്റ് ആകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുന്നുണ്ട് 11:30 അധ്വാനിക്കുന്നവനെ ഭാരം വഹിക്കുന്ന 11:28-29-30 അധ്വാനിക്കുന്നവനെ ഭാരം വഹിക്കുന്നവനെ എൻ്റെ അടുക്കൽ വരിക. അപ്പം അങ്ങനെ സൂര്യൻ ഉണ്ടായ കാലം മുതൽ ഇന്ന് വരെ ആരും വിളിച്ചിട്ടില്ല. ഒരാൾ മാത്രമേ ഈ പ്രപഞ്ചത്തിൽ മനുഷ്യരാശി അങ്ങനെ വിളിച്ചിട്ടുള്ളൂ, കം ടു മീ എന്ന് പറയാൻ. ചങ്കൂറ്റത്തോടെ ചങ്കുറപ്പോടെ ഭാരം വഹിക്കുന്നവനെ നീ എൻ്റെ അടുത്ത് വരിക, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം എന്ന് വാഗ്ദാനം. നമുക്കറിയാം, വിശ്വാസി സഞ്ചരിക്കുന്നത് വാഗ്ദാനത്തിലേക്കാണ്. വിശ്വാസി ആശ്രയം വെക്കുന്നതും വാഗ്ദാനത്തിലേക്കാണ്. നമ്മുടെ ജീവിതം വാഗ്ദാനത്തെ പ്രത്യാശ അർപ്പിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ. അജ്ഞാതമായ കാലങ്ങളിലേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായ അപരിചിതമായ ഇടങ്ങൾ എപ്പോഴും വ്യക്തിക്ക് ഭാരമുണ്ടാകും. അപ്പോഴും ബൈബിളിൻ്റെ ഒരു പോസിബിലിറ്റി ഉണ്ട്, എല്ലാ ഭാരങ്ങളും ലഘുവാക്കാനുള്ള ഒരു പൊട്ടൻസി. ഇതെങ്ങനെയാണ് ഈ ഭാരങ്ങളെ ലഘുവാക്കുന്നതെന്ന് നമ്മുടെ ഓരോരോ ദൗത്യങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ആവശ്യമായി വരും. ഇപ്പം നീ ഒരു ഓഫീസറാകാം, ഓഫീസിൻ്റെ അസൈൻമെൻറ്റ്സുകളുണ്ട്. നീ ഒരു ജീവിത പങ്കാളിയാണ്, നീ ഒരു ഹൗസ് വൈഫാണ്, ഹൗസ് വൈഫിൻ്റെ ആയിട്ടുള്ള ഒത്തിരിയേറെ കുടുംബ ബാധ്യതകളുണ്ട്, ഭാരമാണ്. ഈ ഭാരത്തെ ലഘുവാക്കാനുള്ള ഒരു സാധ്യത, ഒരു ഫോർമുല ബൈബിൾ മാത്രമേ നൽകുന്നുള്ളൂ. ഇതുപോലെ പറഞ്ഞുകൊണ്ട് നൽകുന്നുള്ളൂ. പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ ജീവിതത്തിൻ്റെ കൈനീട്ടി തരുന്ന എല്ലാ ഭാരങ്ങളെയും ലഘുവാക്കാനുള്ള ഈ ധ്യാന ശുശ്രൂഷയുടെ അഭിഷേകം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണം. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവം രണ്ടാമത് നമ്മൾ ആ ഭാരം ലഘുവാക്കുന്ന സുവിശേഷ സൂത്രവാക്യങ്ങളിലേക്ക് വരാം. അതൊക്കെ മുമ്പ് ദൈവം രണ്ടാമത് വിളിച്ചത് ആരാണ്? ഒരു ജനതയെ. അച്ഛൻ ആദ്യം പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ദൈവത്തിന്
ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് തൻ്റെ ജനതയെ വാഗ്ദാന നാട്ടിലോട്ട് കൊണ്ടുവരാതിരിക്കാൻ വേറെ ഓപ്ഷനില്ല, കൊണ്ടുവന്നേ മതിയാവത്തുള്ളൂ. അതാണ് ദൈവത്തിൻ്റെ പ്രശ്നം. മെഡിറ്റേറ്റിംഗ് ഓവർ ദ പ്രോബ്ലംസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ ഇത്രയും നാളൊക്കെ ധ്യാനിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ പ്രശ്നങ്ങളാണ്. ദൈവത്തിൻ്റെ പ്രശ്നം എന്താണ്? ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും അജ്ഞാത ദേവന്മാരെ ആരാധിക്കുന്ന അന്ധകാരത്തിൽ നിന്നും തൻ്റെ ജനതയെ തിരിച്ചു കൊണ്ടുവന്ന ആ ജനതയിലൂടെ ലോകത്തെ മുഴുവൻ സത്യത്തിൻ്റെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന് വേറെ തിരഞ്ഞെടുപ്പില്ല. അപ്പം ഇനി അവിടെ വരുന്ന വിഷയം എന്താ? അവിടെയും വരും, ആരെയും ഞാൻ അയക്കും. പൈസ 6-8 പിന്നെ വർക്കൗട്ട് ചെയ്യും. ആരെയും ഞാൻ അയക്കും, ആരെനിക്ക് വേണ്ടി പോകും. അങ്ങനെ ദൈവം കണ്ടുപിടിച്ച ആളാണ് മോസസ്. ഇപ്പം 2:11 എക്സോഡസ് നമ്മൾ വായിക്കുന്നുണ്ട്. മോസസ് ദൈവത്തെ കാണുന്നത്. ഇവരെല്ലാം ദൈവത്തെ കണ്ട ആൾക്കാരാണ്. മോസസും മുൾപ്പടപ്പിൽ വെച്ച് ദൈവത്തോട് പറഞ്ഞു, എന്നെ അയക്കുക, ഞാൻ പോകാം. ആദ്യം കുറച്ച് തടസ്സങ്ങളൊക്കെ ദണ്ണ് കൊടുക്കും, വടി കൊടുക്കും, അംശവടി കൊടുക്കും. അപ്പോഴും ദൈവത്തിന് മോസസിനെ ഒഴിവാക്കാനാവില്ല. സംബഡി ടു കോൾ ആൻഡ് സംബഡി ടു സെൻഡ്. ആരെങ്കിലും വിളിക്കണം, ദൈവത്തിന് ആരെങ്കിലും പറഞ്ഞു വിടണം, അതിനാൾ വീണം. അപ്പോഴാണ് വീണ്ടും ഇതാ ഞാൻ, എന്നെ അയക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മോസസ് തന്നെ സമർപ്പിക്കും. പിന്നെ മോസസിന് ഭാരത്തിൻ്റെ കാലമാണ്. വിളിയും ഭാരവും, അതാണ് നമ്മുടെ ധ്യാന വിഷയം. ഈ ഭാരങ്ങൾ എങ്ങനെ എല്ലാം വിളിക്കപ്പെട്ടവർക്ക് ലഘുവായി മാറുന്നു? ദാറ്റ് വി ആർ സീക്കിംഗ്. അത് നമ്മുടെ ആധ്യാത്മിക വളർച്ചയെ സഹായിക്കണം. പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മോസസ് കർത്താവിൻ്റെ വാക്ക് കേട്ട് തൻ്റെ ജനത്തെ വാഗ്ദാന നാട്ടിലേക്ക് എത്തിക്കാം. ജോഷുവയുടെ നേതൃത്വത്തിൽ. അതിനുശേഷം ന്യായാധിപന്മാർ കർത്താവിൻ്റെ സഭയെ ഭരിക്കും, നയിക്കും. അങ്ങനെ വിളിക്കപ്പെട്ട ആളാണ് സാമുവൽ. സാമുവലിനോടും ദൈവം വിളിക്കുകയാണ്. വാഗ്ദാന പേടകത്തിൻ്റെ അരികിൽ കിടന്നുകൊണ്ട് സാമുവൽ, ഹേലിയും പുരോഹിതനും കൂടി ഉറങ്ങും. പെട്ടെന്ന് സാമുവൽ 1 സാമുവൽ 1:3 നമ്മളിത് വായിക്കുന്നുണ്ട്. ഈ ഭാഗം ദ കോൾ ഓഫ് സാമുവൽ. വാഗ്ദാനപ്പെടുന്ന അരികിൽ കിടന്നുകൊണ്ട് ഉറങ്ങുന്ന സാമുവലിനെ ദൈവം വിളിക്കും, സാമുവൽ, സാമുവൽ. അപ്പോൾ ഹേലിയോട് വന്ന് ചോദിക്കും, പ്രഭു എന്നെ വിളിച്ചോ? അപ്പോൾ ഹേലി 3-ാമത്തെ പ്രാവശ്യം വിളിച്ച് കഴിയുമ്പോൾ പറയും, ഇത് ആള് വേറെ ആണ്, ഇത് കർത്താവാണ്. ഇനി നിന്നെ വിളിക്കുമ്പോൾ ലോർഡ് ഹിയർ ഐ ആം, ദാ ഞാൻ എന്ന് പറയണം. അങ്ങനെ സാമുവലിനെ വിളിച്ചോ. അവനെ വളർത്തി, അവനെ ന്യായാധിപനാക്കി. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി നന്ദി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി, യേശുവേ നന്ദി. ന്യായാധിപ സ്ഥാനം ഏറ്റെടുത്ത് കർത്താവിൻ്റെ ജനങ്ങളെ ഈശോയ്ക്ക് ദൈവത്തിന് വേണ്ടി ഭരിച്ച് നയിച്ച് നടന്ന കാലം കഴിഞ്ഞപ്പോൾ ജനങ്ങളുടെ ഇടയിൽ ഒരു വിപ്ലവം ഉണ്ടായി. ഫിലിസ്ത്യർ, ജബൂസ്യർ, അങ്ങനെയുള്ള എല്ലാ കാട്ടുജാതിക്കാരും രാക്ഷസവർഗങ്ങളെല്ലാം ജനങ്ങളെ ആക്രമിക്കണ കണ്ടപ്പോൾ അവർക്കൊക്കെ രാജാവുണ്ടായി. അപ്പോഴവരൊക്കെ യുദ്ധം ജയിച്ചപ്പോൾ ഇവർ വിചാരിച്ചു രാജാവ് ഉണ്ടാകാത്താണ് കുഴപ്പമെന്ന് വിചാരിച്ചു. അപ്പോൾ ജനങ്ങൾ സാമുവലിനോട് പറഞ്ഞു, ഞങ്ങൾക്കും രാജാവിനെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവം സാമുവലിലൂടെ ജനത്തിൻ്റെ നിലവിളി കേട്ടുകൊണ്ട് അവർക്ക് രാജാവിനെ കൊടുക്കും. അങ്ങനെയാണ് സാവൂൾ രാജാവാകണത്. അതും ഒരു വിളിയാണ്. ദൈവം വിളിച്ച സാവൂളിനെ സാമുവൽ പ്രവാചകൻ തിരിച്ചറിഞ്ഞുകൊണ്ട് അഭിഷേക തൈലത്താൽ ദൈവത്തിന് വേണ്ടി, ജനത്തിന് വേണ്ടി സാമുവലിൻ്റെ 9:27 ഈ വചനങ്ങൾ വായിക്കുന്നത്. സാവൂളിനെ
സാമുവൽ അഭിഷേക തൈലം ചാർത്തി ഇസ്രായേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യുന്ന വചനങ്ങൾ. ഈ ദൈവവിളികളെയെല്ലാം നമ്മൾ പരിശോധിക്കുകയായിരുന്നു. നമ്മുടെ ധ്യാന വിഷയം ദൈവത്തിൻ്റെ പ്രശ്നങ്ങളും നമ്മുടെ ആധ്യാത്മിക മുന്നേറ്റവുമാണ്. എങ്ങനെ ദൈവത്തിൻ്റെ പ്രശ്നങ്ങളെ പഠിച്ചുകൊണ്ട് നമ്മുടെ ആധ്യാത്മിക മുന്നേറ്റം നമുക്ക് കൈവരിക്കാൻ കഴിയുമെന്നുള്ളതാണ് ധ്യാനത്തിൻ്റെ അന്വേഷണം. അച്ഛൻ ആദ്യം കാണിച്ചു തന്നത് അബ്രാഹത്തെ, പിന്നെ കണ്ടത് മോസസ്. അങ്ങനെ നമ്മൾ സാമുവേലിനെ കണ്ടു, സൗളിനെ കണ്ടു. ഇവരെല്ലാം നമ്മൾ തൽക്കാലം വിടുകയാണ്. എന്താ കാര്യമെന്നറിയാവോ? ഇവരെല്ലാം ദൈവം നേരിട്ടാണ് വിളിച്ചിരിക്കുന്നത്. എല്ലാവരെയും തന്നെ ഇമ്മീഡിയറ്റ് കോളാണ്, പെട്ടെന്നുള്ള വിളിയാണ്. ഇങ്ങനെ ദൈവത്തിന് എല്ലാവരെയും നേരിട്ട് വിളിക്കാൻ പറ്റുമോ? അപ്പോൾ സ്വാഭാവികമായിട്ട് ദൈവവിളിക്ക് ഇവർ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ടാൻസിബിൾ മോഡൽ ആണോ എന്ന് ചോദിച്ചാൽ പഠിക്കേണ്ട വിഷയമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. കാര്യം എന്നെ ആകർഷിക്കുന്നത് ഇവരല്ല. കാര്യം ദൈവത്തെ കാണാതെ വിളിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇവരുടെ കാലം കഴിയുമ്പോൾ വരുന്നത് ആൾക്കാർ, ഇവരുടെ ഇടയിൽ വരുന്ന കുറേ ആൾക്കാരുണ്ട്. അവർ ദൈവത്തെ കണ്ടില്ല. ഇത് മോസസിനെ വിളിച്ച പോലെ ഇപ്പം എബ്രാഹത്തിന് സ്വരം കേട്ടതാ, സാമുവേലും സ്വരം കേട്ടതാ, മോസസ് മുൾപ്പടപ്പിൽ ദൈവത്തെ കണ്ടതാണ്. ഇങ്ങനെ കാണുകയും കേൾക്കുകയും ചെയ്യാതിരുന്നിട്ടും തങ്ങൾ വിളിക്കപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് കുറേ ആൾക്കാർ ഭാരത്തെ ലഘുവാക്കിയിട്ടുണ്ട്. അവരെയാണ് നമ്മളെ അടുത്തതായിട്ട് പരിശോധിക്കുന്നത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ. ഞാൻ എപ്പോഴും ജോഷുവയെ ഫോളോ ചെയ്യും പല കാര്യങ്ങൾക്കും. കാര്യം മോസസ് ദൈവത്തെ കണ്ടതാണ്. നമ്മളെപ്പോലെ ജോഷുവ ദൈവത്തെ കാണാത്ത ആളാണ്. സ്റ്റിൽ ഹി പെർസിസ്റ്റ് ഇൻ ഹിസ് കോൾ. അവൻ്റെ ദൈവവിളിയിൽ അവൻ നിലനിന്നത് കണ്ടില്ലേ? അവൻ എന്താണ് ഈ ജോഷുവയുടെ പ്രത്യേകത? ജോഷുവയും കലേബും കൂടിയാണ്. മോസസ് ഒത്തിരി ആശ്രയിച്ച ഒരാളാണ് ജോഷുവ. തൻ്റെ വിളിയുടെ നിഴല് കർത്താവ് വീഴ്ത്തിയിരിക്കുന്ന അവനിലാണെന്ന് പലപ്പോഴും മോസസ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് കാനാൻ ദേശം ഒറ്റ നോക്കാൻ വിട്ടപ്പോഴേ ജോഷുവയും കൂടെ വിടും. ജോഷുവ കാനാൻ ദേശത്ത് പോകും, കലേബുമായിട്ട് പോകും, വേറെ 3 പേരും ഉണ്ടാകും. എന്നിട്ട് ഈ 5 പേരും കൂടി കാനാൻ ദേശം ഒറ്റ നോക്കിയിട്ട് വരും. അവിടെയുള്ള ആൾക്കാരെ കണ്ടപ്പോൾ ഇവർ പേടിച്ചു പോയി. പക്ഷേ കലേബും ജോഷുവയും പേടിച്ചില്ല. കാര്യം അവർ രാക്ഷസന്മാരാണ്. അനാർക്കിൻ്റെ സന്തതികളൊക്കെ അവിടെയുണ്ട്. 13 അടി കുന്തങ്ങളൊക്കെ എടുത്തിട്ട് വലിയ ഗോലിയാത്തിനെ പോലെ 700 ഷെക്കൽ പരിചയമൊക്കെ എടുക്കണ വലിയ അനാർക്കിൻ്റെ രാക്ഷസന്മാരുണ്ട്. അവരെ കണ്ടുവർ പേടിച്ചുപോയി. അവിടുത്തെ ജനങ്ങളുടെ ഒരു ശക്തി കാണിക്കാൻ വേണ്ടി കാനാൻ ദേശത്തു നിന്ന് കലേബും ജോഷുവയും കൂടി ഒരു 80 കിലോ ഉള്ള ഒരു വലിയ മുന്തിരിക്കൊല എടുത്ത് തണ്ടേ തൂക്കിക്കൊണ്ട് അവിടുത്തെ ആകാര ശക്തികൾ, അവിടുത്തെ ജനങ്ങളുടെ പ്രത്യേകത കാണിക്കാൻ വേണ്ടി മോസസിൻ്റെ അടുത്ത് കൊണ്ടുവരും. വലിയ തണ്ടിൽ തൂക്കി ഒരു മുന്തിരിക്കൊല കൊണ്ടുവരും. അപ്പോൾ കൂടെയുള്ളവരൊക്കെ പറയണത് അത് ഭയങ്കര രാക്ഷസന്മാരാണ് കാനാൻ ദേശത്ത് താമസിക്കുന്നത്. കാനാൻ ദേശവാസികൾ രാക്ഷസന്മാരാണ്. അപ്പം അതുകൊണ്ട് കൂടെയുള്ളവരൊക്കെ പറയും ഞങ്ങൾക്ക് അത് അവിടെ ചെന്ന് നമ്മൾ അനാർക്കിൻ്റെ സന്തതികളൊക്കെ ഉള്ളതാണ് അവിടെ, അവർ എലി അപ്പം തിന്നണ പോലെ നമ്മളെ തിന്ന് കളയും എന്നൊക്കെ കൂടെയുള്ളവർ പറയുമ്പോൾ കലേബ് പറയും നോ 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 നോ. കലേബും ജോഷും കൂടി ആലോചിച്ചിട്ടാണ് പറയണത് മോസസിനോട്. അവരുടെ റിസ്ക്കുള്ള വിഷയമാണ് അവർക്ക്. പക്ഷേ വേണ്ടെന്ന് പറഞ്ഞാൽ റിസ്ക് തീർന്നു. പക്ഷേ വേണമെന്ന് പറഞ്ഞാൽ എല്ലാ റിസ്ക്കും കൂടി വരികയാണ്, എല്ലാ സാഹസിക വിഷയം കൂടി വരികയാണ്. അപ്പോൾ കലേബ് പറഞ്ഞു നോ, വി വിൽ ഗോ. നമ്മുടെ ദൈവം, നമുക്ക് ശക്തിയുണ്ട്. നമ്മുടെ ശക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവിൻ്റെ ശക്തിയാണ്.
നമ്മുടെ ദൈവം അവരെ നമുക്ക് ഏൽപ്പിച്ചു തരും. അപ്പോൾ നമ്മൾ ജോഷുവ 30:13 അത് വായിക്കുന്നുണ്ട്, 13:30. അതുകൊണ്ട് മോസസിന് ശക്തി കൊടുക്കുന്നത് കലേബും ജോഷുവയും കൂടിയാണ്. നമ്മുടെ ദൈവം അവരെ നമുക്ക് ഏൽപ്പിച്ചു തരുമെന്ന് പറയണില്ലേ, അതൊരു ക്വാളിറ്റിയാണ്. ഇപ്പോൾ ജോഷുവ നമ്മൾ വായിക്കുമ്പോൾ അതൊരു ക്വാളിറ്റി, ഒരു ഗുണമാണ് ശരിക്കും. ഒന്ന് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവേ അഭിഷേകമായി ഞങ്ങൾ നിറയണമേ. ദൈവത്തിന്റെ ആത്മാവേ, പരിശുദ്ധ റൂഹായേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ദൈവത്തിന്റെ സംഖ്യ 13:30 സ്വീകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരിക്കലും ദൈവത്തെ കണ്ടിട്ടില്ല നമ്മളെപ്പോലെ. കലേബൻ കണ്ടിട്ടില്ല, ജോഷുവയും കണ്ടിട്ടില്ല. കാണാത്ത ദൈവത്തിൻ്റെ വിളി എങ്ങനെയാണ് ഇവർ പ്രത്യുത്തരം നൽകുന്നത്? ദാറ്റ് ഈസ് ദർ ക്വാളിറ്റി. മോസസ് കാനാൻ ദേശത്തേക്ക് ഈ പട നയിക്കുന്നത്, ജനങ്ങളെ കൊണ്ട് മുന്നേറ്റം നടത്തുന്നത് ജോഷുവയുടെയും കലേബിൻ്റെയും വാക്കിലാണ്. അവരുടെ വാക്കാകട്ടെ ദൈവത്തിൻ്റെ ശക്തിയിലുള്ള വിശ്വാസമാണ്. ദൈവപൈതലെ, ദൈവത്തിൻ്റെ പ്രശ്നങ്ങൾ ആരെ ഞാൻ അയക്കും എന്നുള്ളതാണ്, ആരെനിക്ക് വേണ്ടി പോകും എന്നുള്ളതാണ്. നമ്മുടെ ധ്യാന വിഷയം എന്ന് പറയുന്നത് അങ്ങനെ പോകാൻ വേണ്ടി ദൈവം അയച്ച ആൾക്കാരുടെ ക്വാളിറ്റി എന്താണെന്നുള്ളതാണ്. കലേബിൻ്റെ ക്വാളിറ്റി ദൈവത്തിന് ശക്തിയുള്ള വിശ്വാസമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, മഹത്വം. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ. ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓരോരോ അതിനുശേഷം അവർ വാഗ്ദാന നാട്ടിലെത്തും. ജോഷുവയുടെ നേതൃത്വത്തിൽ ജനത്തെ നയിച്ച് ഭരിച്ചുകൊണ്ട് അവരുടെ വംശത്തിൻ്റെ എണ്ണമനുസരിച്ചുകൊണ്ട് വാഗ്ദാന നാട് ഭാഗിച്ച് വിധിച്ചു കൊടുക്കും. അവിടെ എല്ലാം നീതിയുടെ ഭരണം നടത്തുമ്പോഴും പലപ്പോഴും ജനത്തിന് അഭിവാഞ്ചിയ എന്താണ്? ദൈവത്തെ ഉപേക്ഷിക്കണം, ദൈവത്തെ ഉപേക്ഷിക്കണമെന്ന്. അതൊക്കെ കേൾക്കുമ്പോൾ ജോഷുവയുടെ ചങ്ക് പൊടിഞ്ഞു പോകും. കാര്യം ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ഉടമ്പടി ബന്ധമാണ്. ഈ ഉടമ്പടി അനുസരിപ്പിക്കാൻ വേണ്ടി കർത്താവിൻ്റെ കാലം വരെ ഉടമ്പടി തുടർന്നത്. കർത്താവ് വന്നപ്പോഴും ഉടമ്പടി തന്നെയാണ് സ്ഥാപിച്ചത്, പുതിയ ഉടമ്പടി. അപ്പോൾ ഉടമ്പടിയോടുള്ള വിശ്വസ്തതയാണ് ജോഷുവയുടെ ചങ്ക് പിടിച്ച് കളഞ്ഞത്. ജോഷുവ ഒരു അറ്റകൈ തീരുമാനമെടുത്തു. എന്താ പറഞ്ഞത്? നിങ്ങളുടെ മനസ്സാക്ഷി അനുസരിച്ച് ചെയ്യുക. ചെങ്കടൽ പിളർത്തി, ജോർദാൻ പിളർത്തിയാണ് നമ്മുടെ ദൈവം നമ്മളിവിടെ കൊണ്ടുവന്ന് സ്വന്തമായ ഭൂമിയും വാഗ്ദാന ഭൂമി തന്നത്. നമ്മുടെ കൂടെ വാഗ്ദാന നാട്ടിലൂടെ നമ്മുടെ കൂടെ മരുഭൂമിയിൽ ദൈവം തീത്തൂണായി സഞ്ചരിച്ചു, മേഘത്തണലായി കൂടെ നിന്നു. അങ്ങനെ അമ്മ കുഞ്ഞിനെ പോറ്റി വളർത്തുന്ന പോലെയാണ് നമ്മൾ വളർത്തിയത്. എന്നിട്ട് നിങ്ങൾ ദൈവത്തിൻ്റെ സംഘം തിരിച്ചറിയുക, നിങ്ങൾക്ക് പോകണമെങ്കിൽ പോകുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, എൻ്റെ കുടുംബം ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ മാനിക്കും, ആരാധിക്കുമെന്ന്. എന്തൊരു വചനമാണ്. ജോഷുവ 24:15. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, 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 ആരാധന യേശുവേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു, യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ജോഷുവയുടെ ക്വാളിറ്റി എന്താ? ജോഷുവയുടെ ക്വാളിറ്റി എന്താണ്? ദൈവത്തോടുള്ള ശരണമാണ്. ജനങ്ങളൊക്കെ വിജൃംഭിച്ചുകൊണ്ട് ഓരോരുത്തർ പിൻകാല് ഇട്ട് അവരവരുടെ താന്താങ്ങളുടെ വഴികളിലേക്ക് പോകുന്നു. എപ്പോഴും താന്താങ്ങളുടെ വഴിയിലേക്ക് പോകാനുള്ള പ്രലോഭനം ഉണ്ടാകും. കർത്താവും പറഞ്ഞിട്ടുണ്ട് അപ്പോസ്തലന്മാരോട്, നിങ്ങൾ എല്ലാം എന്നെ വിട്ട് താന്താങ്ങളുടെ വഴിയിലേക്ക് പോകുമെന്ന്. എപ്പോഴും വെളിയിലൊക്കെ ഒരു പ്രതിവിളി വരണത് എപ്പോഴും ലോകം നമ്മളെ ഇങ്ങനെ നമ്മുടെ സൗകര്യത്തിന് വിളിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ നമ്മുടെ സുഖവും സൗകര്യവും നോക്കിക്കൊണ്ട് ഒരു പിന്മാറ്റം ഉണ്ടാകും ചിലപ്പോഴേ. ആ പിന്മാറ്റത്തിന് എതിരെ വരുന്ന ക്വാളിറ്റിയാണ് ഫെയ്ത്ത്, ഹോപ്പ് ആൻഡ് ചാരിറ്റി. ദൈവിക പുണ്യങ്ങൾ എങ്ങനെയാണ് വരണത്? പിന്മാറ്റത്തിൻ്റെ എതിർമൂല്യങ്ങളായിട്ടാണ് വരണത്. ഇപ്പോൾ മോസസിന് ഉണ്ടായിരുന്ന ആ മൂല്യം ജോഷുവയ്ക്കുണ്ട്. ആ മൂല്യം ജോഷുവ എന്നാ പറഞ്ഞത്? നിങ്ങൾ പോണേ പോയിക്കൊള്ളൂ. ഇപ്പോൾ പത്രോസ് പറഞ്ഞില്ലേ 6:68 കർത്താവ് ചോദിച്ചില്ലേ, ഇഫ് യു ഡു ഓൾസോ വാണ്ട് ടു ഗോ, നിങ്ങൾക്കും പോകണമെന്നുണ്ടോ എന്ന് ചോദിച്ചില്ലേ? എപ്പോഴും ഈ ചോദ്യം ദൈവം ആരെ ഞാൻ അയക്കും, ആരെനിക്ക് വേണ്ടി പോകും എന്നുള്ള 6:8 അതിൻ്റെ ബദൽ ചോദ്യങ്ങളുണ്ട്. ഇഫ് യു വാണ്ട് ടു ഗോ യു ക്യാൻ ഗോ, നിങ്ങൾക്ക് പോകണമെങ്കിൽ പോകാമെന്ന് പറഞ്ഞില്ലേ? 6:67 നമ്മൾ വായിക്കുന്നുണ്ട് യോഹന്നാൻ്റെ സുവിശേഷം. അപ്പോൾ പത്രോസ് ഒരു തീരുമാനമെടുക്കും, ഞങ്ങൾ ഒരിടത്തും പോകത്തില്ല. എന്താണ് കാര്യം? വാഗ്ദാന നാട് നിൻ്റെ കൂടെയാണ്. നിത്യജീവന്റെ വചനങ്ങൾ അങ്ങേ പക്കലല്ലോ. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ. ക്വാളിറ്റി എന്താണ്? ട്രസ്റ്റാണ്. ഇപ്പോൾ കലേബിൻ്റെ ക്വാളിറ്റി എന്താണ്? ദൈവത്തിൻ്റെ ശക്തിയിലുള്ള വിശ്വാസമാണ്. ജോഷുവയുടെ ക്വാളിറ്റി എന്താണ്? ശരണമാണ്. എപ്പോഴും ഈ ക്വാളിറ്റിയാണ് ഇവരെ വിളിക്കാൻ കാരണമായത്. അതായത് ഇപ്പം നമ്മൾ ഓർക്കണം, നമുക്ക് എല്ലാ നമുക്കെങ്ങനെ ഭാരങ്ങളെ ലഘുവാക്കാമെന്നാണ് ഈ ധ്യാനം അന്വേഷിക്കുന്നത്. എങ്ങനെയാണ് ജോഷുവയ്ക്ക് ഭാരങ്ങൾ ലഘുവായത്? എങ്ങനെയാണ് കാലേബിന് ഭാരങ്ങൾ ലഘുവായത്? അവർ ദൈവത്തിന് ശക്തിയിൽ വിശ്വസിച്ചു, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ശരണം പ്രാപിച്ചു. അപ്പോഴാണ് അവരുടെ ഭാരങ്ങളെല്ലാം ലഘുവായത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ എനിക്ക് നൽകിയ വിളി സ്വീകരിച്ചുകൊണ്ട് അതിനെ സാക്ഷാത്കരിക്കാൻ കർത്താവേ ഞാൻ അനുഭവിക്കുന്ന ഭാരങ്ങളെ ലഘുവാക്കുന്ന ദൈവിക പുണ്യങ്ങളായ ദൈവസ്നേഹത്താൽ കലേബിനെ പോലെ വിശ്വാസത്താൽ ശരണത്താൽ യോശുവയെപ്പോലെ അഭിഷേകം ചെയ്യാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, യേശുവേ സ്തുതി, ഹല്ലേലൂയ. താതന്റെ വാഗ്ദാനമേ പരിശുദ്ധ റൂഹ്. അപ്പോൾ ഇവരിലെല്ലാമുള്ള ആധ്യാത്മിക ഗുണങ്ങളെ, ദൈവിക പുണ്യങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് കൊണ്ട് അന്വേഷണയുമായി നമ്മൾ ഉയർത്തിക്കൊണ്ട് വന്നാൽ ഈ ദൈവവിളി ആ കുടുംബജീവിതമായാലും നമ്മുടെ ഓഫീസ് ജീവിതമായാലും ഇനി നിത്യവൃത്തിക്കുള്ള അന്നന്ന് വേണ്ട ആഹാരത്തിന് വേണ്ടി ദിവസക്കൂലിക്ക് പണിക്ക് പോകുന്നവരായാലും അവരവരുടെ ജീവിതത്തിലെല്ലാം അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും ദൈവത്തോട് ചേർന്ന് കൊണ്ട് അതിനെ അതിജീവിക്കാൻ, ഭാരങ്ങൾ ലഘുവാക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് ഈ ദൈവിക പുണ്യങ്ങൾ. ദൈവത്തെ കാണാത്ത ആൾക്കാരിലുണ്ടായിരുന്ന കലേബിളിലെ ജോഷുവയെ കണ്ടു. ഇനി അടുത്തത് ആരാണ്? ദൈവജനത്തെ നയിച്ച ആളാണ് ദാവീദ്. ദാവീദിൻ്റെ ഗുണം എന്തായിരുന്നു? ഒത്തിരി ദോഷങ്ങളെക്കുറിച്ചാണ് നമ്മൾ എപ്പോഴും ദാവീദിനെക്കുറിച്ച് പ്രസംഗിക്കപ്പെടുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, അങ്ങനെ ദോഷമുള്ള ആൾക്കാരെ വല്ലൊരു കർത്താവിൻ്റെ ജനത ഏൽപ്പിക്കുമോ? അപ്പോൾ ദർ മസ്റ്റ് ബി എ ട്രൂത്ത് സംവേർ എൽസ്. എവിടെയോ മനുഷ്യൻ കാണാത്ത ഒരു സത്യം ദൈവം കാണുന്നുണ്ട്. അതാണ് വിഷയം. മനുഷ്യരൊക്കെ ആക്ഷേപിക്കുകയും തോന്നിവാസം പറയുകയും കരുതുകയും ചെയ്യുമ്പോഴും ദൈവത്തിന് വേണ്ടി, ദൈവത്തിന് ജനത്തിന് വേണ്ടി കാണാവുന്ന ഏതോ ഒരു ക്വാളിറ്റി ഈ ദാവീദിൻ്റെ ഉള്ളിൽ ദൈവം കണ്ടിട്ടുണ്ട്.
ദാവീദിന് കർത്താവ് എന്ന് പറഞ്ഞാൽ ഭ്രാന്തി പിടിക്കും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ദാവീദിന് കർത്താവെന്ന് കേട്ടാൽ, കണ്ടിട്ടില്ല ആളെ വിളിച്ചിട്ടില്ല, പക്ഷേ പകർന്നു കിട്ടിയ വിശ്വാസമാണ്. പക്ഷെ കർത്താവെന്ന് കേട്ടാൽ, ഞങ്ങൾക്കറിയാമല്ലോ, ബൈബിളിൽ രസകരമായൊരു ഭാഗമാണ് ഈ ദാവീദ് യുദ്ധക്കളത്തിൽ വരുന്നത്. ദാവീദ് യുദ്ധക്കളത്തിൽ വരുന്നില്ലേ? ഫിലിസ്തീനുമായിട്ട് യുദ്ധം നടത്തുമ്പോൾ ദാവീദ് യുദ്ധക്കളത്തിൽ വരും. എന്നാണെന്നറിയാമല്ലോ, അയാൾ യുദ്ധം പഠിച്ചിട്ടില്ല, അപ്പം പഠിപ്പിച്ചിട്ടില്ല. ഭയങ്കര സങ്കടം വേണമെന്ന് യുദ്ധം പഠിപ്പിക്കാത്ത കാരണം. കുറേ കന്നുകാലികളൊക്കെ ഉണ്ടായിരുന്ന കാരണം ഈ ആടിനെ മേയ്ക്കാൻ വേണ്ടി രാവിലെ പറഞ്ഞു വിടുമെന്നല്ല, യുദ്ധം പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ കർത്താവിനെ അറിയാം. അത് കാരണം പകലെല്ലാം കർത്താവിൻ്റെ പാട്ടും പാടി, കർത്താവിന് വേണ്ടി പാട്ടും എഴുതി, കർത്താവിനെ ഇങ്ങനെ ലഹരി പോലെ പിടിച്ച് നടന്ന ആളാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ അല്ലേ നമ്മൾ വായിക്കുന്നത്. ഇന്നും ഒളിമങ്ങാത്ത സങ്കീർത്തനം, പച്ചകടാത്ത സങ്കീർത്തനം ദാവീദിൻ്റെതാണ്. എന്താണ്? പ്രണയിച്ച് പാടിയതാണ്. ആത്യന്തികമായിട്ടുള്ള പ്രണയം ദൈവത്തോടായിരുന്നു ആ മനുഷ്യനെ. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഫിലിസ്തീനിൽ അവിടെ ഗോലിയാത്ത് ദൈവജനത്തെ വെല്ലുവിളിക്കുകയാണ്. ഇറങ്ങി വാടാ ചുണയുണ്ടെങ്കിൽ ഏത് ദൈവം ഓടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കേട്ടിട്ട് അപ്പം കൊടുത്ത് വിട്ട ആളാണ്. ജസ്സെ പറഞ്ഞ് ഈ അപ്പം കൊണ്ടുപോയി യുദ്ധക്കളത്തിൽ ചേട്ടന്മാർക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പോഴുണ്ട് ഗോലിയാത്തിൻ്റെ കൊലവിളി കേൾക്കണേ. അത് കേട്ടിട്ട് ദാവീദ് പറയും, ഈ ഫിലിസ്തീനി അപരിച്ചത് ഇവൻ ദൈവത്തെ, കർത്താവിനെ വെല്ലുവിളിക്കുക. ഇവൻ്റെ ചങ്ക് പിടച്ചു പോയി. കർത്താവിൻ്റെ സ്നേഹം അതാണ്. ഗോലിയാത്ത് വെല്ലുവിളികളെ കണ്ടപ്പോഴേ ദാവീദിൻ്റെ ചങ്ക് പറഞ്ഞു പോയി. ഇവൻ ആരാണ് എൻ്റെ കർത്താവിന്? ഇപ്പം ഈ നമ്മൾ പറയണ പോലെയുള്ള വിഷയമല്ല, അത് കർത്താവുമായിട്ടുള്ളൊരു പ്രൈവറ്റ് സ്നേഹമാണ്. അതായത് കർത്താവിനെയാണ് ഇവൻ വിളിക്കണത്. അവൻ ഈ അപരിച്ഛേദൻ എൻ്റെ കർത്താവിനെ വെല്ലുവിളിക്കാൻ ആരാണ് ഇവൻ എന്നുള്ളതാണ്. ഇവന് ഒരു 10-14 വയസ്സുള്ള പയ്യൻസാണ്. അവനെന്ന് പറയണത് 8 അടിയൊക്കെ ഉയരമുള്ള രാക്ഷസനായ മനുഷ്യനാണ്. അവനാണ് വെല്ലുവിളിക്കുമ്പോൾ ഇവൻ ന്യൂട്രലായിട്ട് അവിടെ എന്ത് ചോദിക്കണത് കുറേ കോമഡി ചോദ്യങ്ങളുണ്ട്. അതിലൊരു ചോദ്യം ഇതാണ്, രാജാവ് എന്നാ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവൻ്റെ തലയെടുത്താൽ കിട്ടുമെന്ന് പറഞ്ഞല്ലോ, എന്നാ കിട്ടുമെന്നൊക്കെ ചോദിക്കും. അതൊക്കെ ഒരു രസത്തിന് ചോദിക്കുന്നതാണ്. അവന് വിറഞ്ഞിട്ട് ചോദിക്കുന്നതാണ്. അതിൻ്റെ ആ വിറച്ചിലും വൈകാരികമായ സംസാരങ്ങളുടെ ഉള്ളിലെല്ലാം കർത്താവിനെക്കുറിച്ചുള്ള ഒരു തീഷ്ണതയുണ്ട്. ഇവന് ഉടനെ സാവളിൻ്റെ അടുത്ത് ചെല്ലും. അപ്പോൾ സാവൾ ചോദിക്കും, എന്ത് മണ്ടനാണ് നീ, കുഞ്ഞല്ലേ നീ, നിന്നെ ആരാ യുദ്ധം പഠിപ്പിച്ചിരിക്കണമെന്നൊക്കെ ചോദിക്കും. അപ്പം പറഞ്ഞ്, എനിക്ക് യുദ്ധമൊന്നും എന്നെ പഠിപ്പിച്ചിട്ടില്ല, പക്ഷേ ഞാൻ ആട്ടിടയനാണ്. കരടിയൊക്കെ വരുമ്പോൾ ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ സിംഹത്തിൻ്റെ വരെ വലിച്ചു കയറിയിട്ട് ജട കൊണ്ട് നിലത്തേക്ക് അടിച്ചിട്ടുണ്ടെന്ന് പറയും. അതൊക്കെ കേൾക്കുമ്പോൾ സാവൾ വിസ്മയിക്കും. കാര്യം ഒരു സിംഹത്തേക്ക് ജടക്ക് പിടിച്ച് നിലത്തടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പക്ഷേ അതല്ല പ്രശ്നം. കാര്യം സാവൂൾ അറിയാം, ഇവനെ പറഞ്ഞു വിട്ടില്ലെങ്കിലും ഇവൻ പോകുമെന്നറിയാം. കർത്താവെന്ന് പറഞ്ഞാൽ ഭ്രാന്തി പിടിച്ചിരിക്കുകയാണ്. അതാണ് ക്വാളിറ്റി. ദാവീദിൻ്റെ ക്വാളിറ്റി അതാണ്. നിങ്ങൾ ഓർക്കണം, നിങ്ങളെ കർത്താവെന്ന് പറഞ്ഞാൽ ഭ്രാന്തി പിടിക്കാൻ പറ്റിയ ഒരാളാണ്. അത്രയും ദൈവ സ്നേഹം നിറഞ്ഞ അത്രയും ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. അത് ദാവീദിന് ആ സ്നേഹം ഫീൽ ചെയ്തിട്ടുണ്ട്. കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ ഉന്നതമായ ദൈവമേ, ഏറ്റു പ്രാർത്ഥിക്കുക. കർത്താവേ ഉന്നതനായ ദൈവമേ, ദാവീദിന്റെ ഹൃദയത്തിൽ സ്നേഹം നിറഞ്ഞതുപോലെ ഞങ്ങളുടെയും സ്നേഹത്താൽ വേണ്ടി യുദ്ധം ചെയ്യാൻ, നിനക്ക് വേണ്ടി ജീവിക്കുവാൻ, നിനക്ക് വേണ്ടി സാക്ഷിയാകുവാൻ വിളങ്ങിയ ദൈവസ്നേഹത്താൽ നിന്നെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, മഹത്വം കർത്താവേ. പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അവസാനം സാവൂൾ ഒരു വാക്ക് പറയും. ഇവൻ നിവൃത്തിയില്ലാത്തവനായി നിൽക്കുക, അവൻ കത്തിക്കാളിക്കൊണ്ട് നിൽക്കുകയാണ്. ഇവൻ സാവൂൾ പറഞ്ഞു വിട്ടില്ലെങ്കിലും പോകും. പക്ഷേ അപ്പോൾ സാവൂൾ പറയും, കർത്താവേ അവൻ്റെ കൂടെ ഉണ്ടായിരിക്കണേ. നീ പോവുക, കർത്താവ് നിന്നോട് കൂടെ. ഞങ്ങൾ കുർബാനയ്ക്കൊക്കെ പറയത്തില്ലേ കർത്താവ് നിങ്ങളോട് കൂടെ എന്ന്? എന്നിട്ട് നിങ്ങളൊക്കെ ഇങ്ങനെ തൂണ് പോലെ നിൽക്കത്തില്ലേ? കർത്താവ് നിങ്ങളുടെ കൂടെ ചുണ്ടേ പുറത്തുണ്ട്. ഓർക്കുക, ഇതൊരു അഭിവാദനമാണ്, ശക്തിയുടെ അഭിവാദനം.
കാലാകാലങ്ങളിൽ ദൈവത്തെ കണ്ടെത്തിയിട്ടുള്ള എല്ലാ മക്കളും, ദൈവത്തെ കൊണ്ട് ജീവിച്ചിട്ടുള്ള എല്ലാ മക്കളും ദൈവം കൂടെ വരുന്നവനാണെന്ന് വിശ്വസിച്ചിട്ടുള്ളവരാണ്. അമ്മയെ കണ്ടപ്പോഴും ദൂതൻ പറഞ്ഞത്, മേരി, കർത്താവ് നിന്നോട് കൂടെ എന്നാണ്. അത് വിശ്വസിക്കുമ്പോഴേ ആ കർത്താവ് കൂടെ വരും. കർത്താവ് ദാവീദിൻ്റെ കൂടെ പോയി. ദാവീദിന് വടിയും കൊണ്ട് വന്നപ്പോൾ ഗോലിയാത്ത് പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു, നീ എന്നാ ഒരു പട്ടിയത്തല്ല വരണ പോലെ ഒരു വടിയും കൊണ്ടാണ് എൻ്റെ അടുത്ത് വരണതെന്ന് ചോദിച്ചു. അപ്പോഴേ 1 സാമുവേൽ 15:47 17:45 വാക്ക് ദാവീദ് പറയും, എൻ്റെ കർത്താവ് ജയിക്കണത് ഈ വാളും കുന്തം കൊണ്ടല്ല. 1 സാമുവേൽ 17:45-47 തിരുവചനങ്ങളല്ലേ. എൻ്റെ കർത്താവ് ജയിക്കണത് വാളും കുന്തം കൊണ്ടില്ല. കർത്താവ് യുദ്ധം ചെയ്യണതും വാളും കുന്തം കൊണ്ടില്ല. നിൻ്റെ പെടലി ഞാൻ എടുക്കുമെന്ന് പറയും. നിനക്ക് തോന്നലുണ്ടോ ദാവീദാണ് ഏറെ കാറ്റാബിൾട്ട് കൊണ്ട്, ഏറെക്കല്ല് കൊണ്ട് അവനെ എറിഞ്ഞ് താഴെയിട്ടതെന്ന്? നെവർ. സാവൂളിൻ്റെ ഒരു ആശീർവാദമുണ്ടല്ലേ, എൻ്റെ മകനെ പോവുക, കർത്താവ് നിന്നോട് കൂടെയെന്ന്. കർത്താവിനെക്കുറിച്ച് തീഷ്ണതയുള്ളവരുടെ കൂടെ കർത്താവ് ഉണ്ടാകും. അങ്ങനെയാണ് ദൈവവിളി നമ്മൾക്ക് ഭാരങ്ങൾ ലഘുവാകണത്. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി. ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൂടെയുള്ള കർത്താവിന് പ്രവർത്തിക്കാൻ പറ്റിയ വിശ്വാസം, പ്രവർത്തിക്കാൻ പറ്റിയ ശരണം, ഈ കൂടെയുള്ള കർത്താവിന് നമ്മൾ പ്രവർത്തിക്കാൻ പറ്റിയ സ്നേഹം, ഇതൊക്കെയാണ് നമ്മുടെ ഭാരങ്ങളെ ലഘുവാക്കുന്നത്. ദൈവത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് അത് എത്തുകയാണ്. ശരിക്കും കൂടെയുള്ള കർത്താവിന് പ്രവർത്തിക്കാൻ പറ്റുന്ന പരുവത്തിൽ നമുക്ക് ദൈവത്തോടുള്ള വിശ്വാസം, പ്രത്യാശ, സ്നേഹം, അതാണ് നമ്മുടെ ഭാരങ്ങളെ ലഘുവാക്കുന്നത്. പ്രാർത്ഥിക്കുക. കർത്താവേ, സാവൂൾ രാജാവിൻ്റെ കാലത്ത് നടന്ന 2ാമത്തെ യുദ്ധവിജയം നയിച്ചത് ബൈബിളിലെ അധികം ചർച്ച ചെയ്യപ്പെടാത്തൊരു വ്യക്തിയാണ് ജോനാഥാൻ. ഈ ജോനാഥാനൊക്കെ ഇല്ലേ, ദാവീദ്. എന്തിനാണ് നമ്മൾ ഇവരെ ധ്യാനിക്കണമെന്ന് അറിയാവോ? ഇവരുടെ ഉള്ളിലുള്ള ഒരു ഷിവൽറി ഉണ്ട്, ഒരു ധൈര്യം, ശക്തി. അതൊക്കെ അതിൻ്റെ സോഴ്സ് എന്താണെന്ന് നമ്മൾ ആലോചിക്കുക. അത് കർത്താവിലുള്ള വിശ്വാസമാണ്. ജോനാഥാൻ 600 പേരുമായിട്ട് സാവൂൾ രാജാവ് നിർമ്മാതകത്തിൻ്റെ താഴ്വരയിൽ വിശ്രമിക്കുമ്പോഴേ എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ല. മലമുകളിലാണെങ്കിൽ ഫിലിസ്ത്യരെ അട്ടഹസിച്ച് കൊണ്ട് വെല്ലുവിളിക്കുകയാണ്. അവർ 10,000-കണക്കിന് മനുഷ്യരുണ്ട്. ഇവർ വളരെ കുറഞ്ഞ ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ ദാവീദൊക്കെ പേടിച്ചിരിക്കുകയാണ്. ഒന്നാമത്തേൽ ഒരു മണ്ടൻ തീരുമാനം എടുത്തിട്ടുണ്ട് അദ്ദേഹം. എല്ലാത്തിനെയും കൊണ്ട് ഓത്ത് ചെയ്യിച്ചു. കാര്യം എന്താണ്? ഇനി ഭക്ഷണം കഴിക്കണമെങ്കിൽ ഫിലിസ്ത്യരെ ആക്രമിച്ച് കീഴടക്കിയിട്ട് ഭക്ഷണം കഴിക്കത്തുള്ളെന്ന്. അതൊക്കെ ജോഷുവയുടെ കാലത്തുണ്ടായ ചില പാരമ്പര്യങ്ങൾ അദ്ദേഹം ഏറ്റെടുത്താണ്. പക്ഷേ അതിനുള്ള ത്രാണി ഇദ്ദേഹത്തിനില്ല, കൂടെ ജനങ്ങളുമില്ല. അശക്തരാണ്, അശരണരാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലായിരുന്നപ്പോൾ ജോനാഥൻ പെട്ടെന്നൊരു തീരുമാനം എടുത്തു. ജോനാഥനും വേറെ ഒരു കൂട്ടുകാരനും കൂടി ആ യുദ്ധത്തിൻ്റെ മുന്നണിയിൽ നിന്ന്, ആ പട്ടാളക്കാരുടെ കൂട്ടത്തിൽ നിന്ന് അവരവിടെ നിന്ന് പിൻവലിഞ്ഞു. അവർ ഒളിച്ചവിടുന്ന് പോയി. എന്നിട്ട് പറഞ്ഞ് അപ്പനറിയരുതെന്ന് പറഞ്ഞു. ജോനാഥാൻ പറഞ്ഞ വാക്കുകളാണ്. അവർ ഫിലിസ്ത്യരുടെ 10,000-കണക്കിന് മനുഷ്യർ, പട്ടാളക്കാരെ താവളമടിക്കുന്ന മലമുകളിൻ്റെ താഴെ വന്നു. താഴെ വന്നിട്ട് ഉടുമ്പ് കയറണ പോലെ ഈ കിഴക്കാന്തുക്കായ മലയോരങ്ങൾ കയറുമ്പോഴേ കൂടെയുള്ളവൻ ചോദിക്കും, കൂടെയുള്ളവൻ പട്ടാളക്കാരനാണ്, ജോനാഥാനോട് ചോദിക്കും, ജോനാഥാൻ, നമ്മൾ 2 പേരല്ലേ ഉള്ളൂ, അവർ 10,000 പേരുണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ ജോനാഥാൻ ഒരു ഡയലോഗ് പറയും. അതാണ് അവൻ്റെ ക്വാളിറ്റി. അതാണ് 1 സാമുവേൽ 14:6. എണ്ണം കൂടുന്നതും എണ്ണം കുറയുന്നതും
കർത്താവിന് ഒരുപോലെയാണെന്ന്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കുറയുന്നത് ഫിലിസ്ത്യൻ പട്ടാളം അട്ടഹസിന് പറയാം, കരുവാ നിന്നെ ഞങ്ങളെ അരിഞ്ഞ് കഴുകന്മാർക്ക് കൊടുക്കുമെന്ന് പറയും. എന്നിട്ട് ഈ മനുഷ്യൻ കയറി ചെല്ലും. കിഴക്കാൻ തൂക്കായ മലയോരങ്ങൾ കയറി ചെന്നിട്ടും അപ്പോഴും പറയുന്നത് എന്താണ്? എണ്ണം കൂടുന്നതും എണ്ണം കുറയണതും കർത്താവിന് ഒരുപോലെ. കർത്താവിനെ കണ്ടിട്ടില്ല, കർത്താവ് നേരിട്ട് യോനാഥാനെ വിളിച്ചിട്ടുമില്ല. പക്ഷേ ഈ മനുഷ്യന് കർത്താവിനോടുള്ള കാണാത്ത കർത്താവ്, തന്നെ വിളിച്ചെന്ന് നേരിട്ട് വിളിക്കാത്ത കർത്താവ്, പക്ഷേ അവനോടുള്ള തീഷ്ണത, അതാണ് യോനാഥാൻ്റെ ക്വാളിറ്റി. എങ്ങനെയാണ് ഇവിടെ ഭാരങ്ങളെ ലഘുവാക്കിയത്? 10,000 നമുക്കിത് കാണാൻ പറ്റും. അവർ കർത്താവിൻ്റെ സത്യത വിശ്വസിക്കണത്, അവർ യുക്തിയിലല്ല വിശ്വസിക്കുന്നത്. ഇന്നത്തെ കാലത്ത് സഭയ്ക്കുള്ള ഒരു പ്രത്യേകത അതാണ്. കാര്യം അമിതമായ യുക്തിയിലൊക്കെ ആശ്രയിക്കുന്ന കാര്യം. നമ്മൾക്ക് ബൈബിള് ഇവിടെ രൂപപ്പെടുത്തിയവരും, ബൈബിളിലെ ഒരു ജനത്തെ രൂപപ്പെടുത്തിയവരും, ആ ജനത്തെ രക്ഷണീകൃത്യത്തിൽ കയറ്റി ഏൽപ്പിച്ചവരും, അതിന് പരിശുദ്ധാത്മാവിനെ അവർക്ക് നൽകിയവരും ആരും ഈ ശാസ്ത്രത്തിൻ്റെ കാലത്ത് ജീവിച്ചവരല്ല. അവരവരുടെ ശക്തി ഉപയോഗിച്ചത് കർത്താവിൻ്റെ ശക്തിയിലാണ് അവർ വിശ്വസിച്ചത്. അതാണ് പറഞ്ഞത്, എണ്ണം കൂടിയാലും കുറഞ്ഞാലും കർത്താവിനെല്ലാം ഒരുപോലെയല്ലേ എന്ന്. എൻ്റെ ദൈവപൈതലെ, കർത്താവിൻ്റെ സത്യം വിശ്വസിച്ചപ്പോഴെന്നാ പറ്റിയത്? പുറപ്പാട് 14 നമ്മൾ വായിക്കുന്നതാണ്. മോസസിൻ്റെ പാരമ്പര്യത്തിലുള്ള അനുഭവമാണ്. കർത്താവാണ് യുദ്ധം ചെയ്യുന്നത്. നിങ്ങൾ മൗനമായിരുന്നാൽ മതിയെന്ന് കർത്താവ് യുദ്ധം ചെയ്തു. അവർ തന്നെ ഫിലിസ്ത്യർ അവസാനം തന്നെ തമ്മിൽ തല്ലാൻ തുടങ്ങി. അതെന്താ കാര്യം? ദൈവജനത്തെ ദൈവം എങ്ങനെ സംരക്ഷിച്ചു, അഥവാ ദൈവത്തെ വിശ്വസിക്കുന്നതിലൂടെ, അവിടെ പ്രയത്നങ്ങളിലൂടെ, അവിടെ സാക്ഷ്യങ്ങളിലൂടെ എങ്ങനെ സംരക്ഷിച്ചു എന്ന് നമ്മൾ നോക്കുകയാണ്. യോനാഥാൻ്റെ ക്വാളിറ്റി എന്താണ്? കർത്താവിൻ്റെ ശക്തിയിലുള്ള വിശ്വാസം. സൈന്യത്താലല്ല, ശക്തിയാലല്ലെന്ന് നമ്മൾ സക്കറിയ 4:6 വായിക്കുന്നുണ്ട്. അത് സക്കറിയയിൽ മാത്രമുള്ള അനുഭവമല്ലത്. ആരെല്ലാം ദൈവത്തെ എന്നെല്ലാം എവിടെയെല്ലാം വെച്ച് കണ്ടുമുട്ടിയിട്ടുണ്ടോ അവർക്കുണ്ട അനുഭവങ്ങളാണ്. ദൈവം രക്ഷിക്കണത് സൈന്യത്താലല്ല, ദൈവം രക്ഷിക്കണത് ശക്തിയാലല്ലെന്ന്. യോനാഥാൻ നോക്കുമ്പോഴെന്താണ്? അവൻ ഒന്ന് കൈ ഓങ്ങിയതേ ഉള്ളൂ. പക്ഷേ കർത്താവ് 1000 വട്ടം കൈ ഓങ്ങിക്കൊണ്ട് അവർ തന്നെ തമ്മിൽ തല്ലാനും അവർ രാജ്യം വിട്ടു പോകാനും തുടങ്ങി. അങ്ങനെയാണ് ജനത്തെ യോനാഥാൻ സംരക്ഷിച്ചത്. യോനാഥാന്റെ വിശ്വാസത്തിൽ നിന്നുകൊണ്ട്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവിലേക്ക് വിട്ടിട്ട് കർത്താവിനെ കാണാത്ത, കർത്താവിനെ കേൾക്കാത്ത, പാരമ്പര്യ വിശ്വാസത്തിൻ്റെ പേരിൽ കർത്താവിനെ അറിഞ്ഞ യോനാഥാനെയും അതുപോലെ തന്നെ ദാവീദിനെയും ഒക്കെയാണ് നമ്മൾ മാതൃകയാക്കണത്. അതിൻ്റെ ക്വാളിറ്റിയാണ് അന്വേഷിക്കുന്നത്. ആ ഭാരത്തെ എങ്ങനെ ലഘുവാക്കി, എങ്ങനെ വെല്ലുവിളികളെ കർത്താവിന് വേണ്ടി അവർ ഏറ്റെടുത്തുകൊണ്ട് കർത്താവ് എങ്ങനെ അവിടെ കൂടെ നിന്ന് യുദ്ധം ചെയ്തു. ആ ഒരു ചൈതന്യം ഇപ്പോഴും നമുക്കറിയാമല്ലോ. ഉൽപ്പത്തി പുസ്തകത്തിൽ മനോഹരമായൊരു വാക്കുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ 29:20 യാക്കോബിനെ കുറിച്ച് എഴുതിയിരിക്കുന്നതാണ്. യാക്കോബ് റാഹേലിനെ കല്യാണം കഴിക്കാൻ വേണ്ടി 7 കൊല്ലം ലാബാൻ്റെ വീട്ടിൽ ജോലി ചെയ്ത കാര്യമാണ് പറയണത്. പക്ഷേ ബൈബിൾ അവിടെ ഒരു വാക്ക് ചേർത്തിട്ടുണ്ട്. അതായത് 7 കൊല്ലം അവൻ മല്ലം പണി ചെയ്തു, അവനെക്കൊണ്ട് അങ്ങനെ ലാഭം പണി ചെയ്യിച്ചു. പക്ഷെ ആ 7 കൊല്ലവും കുറച്ച് ദിവസം പോലെ അവന് തോന്നിയുള്ളെന്ന്. എന്താ കാര്യം? റാഹേലിനുള്ള സ്നേഹം കാരണം കുറച്ച് ദിവസം പോലെ അവന് തോന്നിയുള്ളൂ. അവൻ്റെ ഭാരം ലഘുവായെന്നർത്ഥം. അവൻ്റെ മഹാഭാരങ്ങൾ, മല്ലം പണിയുടെ മഹാഭാരങ്ങൾ യാക്കോബിൽ ലഘുവായി തോന്നി. എന്തുകൊണ്ടാണ് തോന്നിയത്? നമ്മൾ വായിച്ചതല്ലേ? എന്തുകൊണ്ടാണ്? റാഹേലിനുള്ള സ്നേഹനിമിത്തം. ദൈവിക ഇതാണ് കൺവേർഷൻ സംഭവിക്കുന്നത്. അതായത് റാഹേലിനോടുള്ള സ്നേഹമാണ് യാക്കോബിൻ്റെ ഭാരത്തെ ലഘൂകരിച്ചത്. ഈ ഭാരങ്ങളെ ലഘൂകരിക്കണത് എപ്പോഴും എന്തായിരിക്കും? സ്നേഹമാണ് ശരിക്കും. നമ്മൾ മത്തായിയുടെ സുവിശേഷം 11:30 നമ്മൾ വായിച്ചല്ലേ? അധ്വാനിക്കുന്നവനെ, ഭാരം വഹിക്കുന്നവനെ എൻ്റെ അടുക്ക വരിക, എൻ്റെ ഭാരം ലഘുവാണെന്ന് ഈശോ പറയണത്. എന്താ കാര്യം? കർത്താവിനെ സ്നേഹിച്ച് കഴിയുമ്പോൾ യോനാഥാന് ഭാരം ലഘുവായി. ഫിലിസ്ത്യരെ കർത്താവാണ് യോനാഥാന് വേണ്ടി യുദ്ധം ചെയ്തത്. പുറപ്പാട് 14:14 അനുസരിച്ച് കൊണ്ട്. ദാവീദ് ഗോലിയാത്തിനെ കൊന്നത്, ദാവീദിന് ഗോലിയാത്തൊരു ഭാരമല്ല, വെറും ഒരു കല്ല് കൊണ്ടാണ് അവൻ കവണയിൽ കറക്കി എറിഞ്ഞത്. പക്ഷേ ആ കല്ല്
ഒരു 200 കിലോ ഭാരമുള്ള കല്ലാക്കി കർത്താവ് മാറ്റിയിട്ട് അതിൻ്റെ പ്രകടശേഷി ദൈവത്തിൻ്റെ ദൂതനാണ് അവനെ നെറ്റിക്കടിക്കുന്നത്. ദാവീദ് ഓങ്ങുക മാത്രമാണ് ചെയ്യണത്. കറക്കി എറിഞ്ഞതെ കൊണ്ട് കൊള്ളിക്കണത് ആരാണ്? അവനെ വീഴ്ത്തുന്നത് ആരാണ്? അത് കർത്താവാണ്. അപ്പോൾ ഭാരം ലഘുവാകും. ഓരോ ഭാരവും ഇവരെല്ലാം ലഘുവാക്കിയത് എങ്ങനെയാണ്? ദൈവത്തെ സ്നേഹിച്ച്, ദൈവത്തെ വിശ്വസിച്ച്, ദൈവത്തെ ശരണപ്പെട്ടുകൊണ്ട്. ദൈവ പൈതലേ, എൻ്റെയും നിൻ്റെയും ദൗത്യം ദൈവം എന്നെയും നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ആ ഏത് ഭാരമായാലും അത് ലഘുവാക്കാനുള്ള ഏറ്റവും വലിയ അഭിഷേക ശക്തി എന്ന് പറയുന്നത് ദൈവിക പുണ്യങ്ങളായ വിശ്വാസവും പ്രത്യാശയും സ്നേഹവും തന്നെയാണ്. പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദേശ ആശീർവാദ പ്രാർത്ഥനയുടെ സമയമാണിത്. നമ്മൾ ദേശത്തെ മുഴുവനായി ആശീർവദിക്കാൻ, കർത്താവിൻ്റെ നാമത്തെ ആശീർവദിക്കാൻ ദൈവജനം ഈ നിമിഷം വിശ്വാസത്തിൽ ശക്തിപ്പെടുക. നിങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ട് ലോകത്തെ മുഴുവനും ആശീർവദിക്കണം. നിങ്ങൾ കർത്താവിൻ്റെ സന്തതിയാണെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാവണം. കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവിൻ്റെ ജനത കലേബിൻ്റെ കാലം മുതൽ ജോഷുവായും ജോനാർത്ഥാനും ദാവീദും എല്ലാവരും കർത്താവിൽ വിശ്വസിച്ചുകൊണ്ടാണ് തങ്ങളെ അഭിമുഖീകരിച്ചത്. ജനത്തെ അഭിമുഖീകരിച്ച വസന്തയിൽ നിന്നും എല്ലാ തരത്തിലുള്ള പീഡനങ്ങളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും ജനത്തെ സംരക്ഷിച്ചത്. അത് കർത്താവ് തന്നെയാണ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. ജനതയെ നിൻ്റെ വിശ്വാസം നീ ഉജ്ജീവിപ്പിക്കുക. നീ എഴുന്നേൽക്കുക. നിൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റുകൊണ്ട് ലോകത്തെ നീ ആശീർവദിക്കുക. ലോകത്തെ ബാധിച്ചിരിക്കുന്ന ഈ മഹാവിപത്തുകളിൽ നിന്ന് വിട്ടൊഴിയാൻ വേണ്ടി കർത്താവിൻ്റെ നാമത്തെ പ്രാർത്ഥിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ലോകത്തെ ആശീർവദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ലോകത്തെ മുഴുവനും കർത്താവേ, 8 ദിക്കുകളിലും കർത്താവേ, നിന്റെ നാമത്തിൽ 8 ദിക്കുകളെ ആശീർവദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ രക്തം ലോകത്തിലേക്ക് തളിക്കപ്പെടട്ടെ. വിശുദ്ധ രക്തം ലോകത്തിലേക്ക് തളിക്കപ്പെടട്ടെ. വിശുദ്ധ രക്തം ലോകത്തിലേക്ക് തളിക്കപ്പെടട്ടെ. വിശുദ്ധ രക്തം ഓരോ രാജ്യങ്ങളും തളിക്കപ്പെടട്ടെ. വിശുദ്ധ രക്തം ഓരോ രാജ്യങ്ങളും തളിക്കപ്പെടട്ടെ. ഓരോ രോഗികളും തളിക്കപ്പെടട്ടെ. 16 രാജ്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ രാജ്യങ്ങളും കർത്താവേ കോവിഡ് ബാധിച്ച് കഴിഞ്ഞ് കർത്താവേ, ആരോഗ്യ പ്രവർത്തന കർത്താവേ, രോഗബാധിതരിൽ കർത്താവേ, ക്വാറന്റൈനിൽ താമസിക്കുന്ന കർത്താവേ, ദൈവത്തിന്റെ രക്തം, കർത്താവിന്റെ രക്തം, വിശുദ്ധ രക്തം, സത്യരക്തം, സൗഖ്യത്തിരക്തം എല്ലാം കർത്താവേ അഭിഷേകിച്ച് മാർഗ രോഗങ്ങളെ, തീരവേദികളെ, ദേശവസന്തകളെ യേശുവിന്റെ നാമത്തില് വിട്ടകലട്ടെ. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, മാനസിക രോഗികൾക്കും ഭ്രാന്തന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ, തെരുവുകളോടും അനാഥ ആരുമില്ലാതെ അലഞ്ഞു നടക്കുന്ന